10th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്ററിലുള്ള പേജ് നമ്പർ 66 കാണുന്ന നോൺ പാതോജനിക് ഡിസീസസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നോൺ പാതോജനിക് ഡിസീസസുകളായ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് മൂലം, ഒക്കുപേഷണൽ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡീറ്റെയിലായി സ്റ്റഡി ചെയ്തു. അതോടൊപ്പം തന്നെ ജനറ്റിക് ഡിസീസായ ഹീമോഫീലിയയെക്കുറിച്ചും സിക്കിൾ സെൽ അനീമിയയെക്കുറിച്ചും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കേട്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യാൻസർ എന്ന ഡിസീസിനെ കുറിച്ചാണ് ഡീറ്റെയിലായിട്ട് പഠിച്ചത്. അവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, വാട്ട് ഈസ് ക്യാൻസർ? നമുക്ക് ആൻസർ എഴുതാം. ക്യാൻസർ ഈസ് കേസ്ഡ് ബൈ ദി uncontrolled division of cells and their spread to their tissues. The normal cell get transformed into cancerous cell when the control system of cell division fail. Then നമ്മൾ സ്റ്റഡി ചെയ്തതിൻ്റെ റീസൺസ് ആണ്, ക്യാൻസറിൻ്റെ റീസൺസ്. പല റീസൺസിൽ നമ്മൾ പഠിച്ചത്, ദിസ് ഈസ് മേ be due to environmental factors, smoking, radiations, virus, hereditary factors. ഇതെല്ലാമാണ് ക്യാൻസറിൻ്റെ റീസൺ എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ അൺകൺട്രോൾഡ് ഡിവിഷൻസ് വരുന്ന ക്യാൻസർ സെല്ല്, ഹൗ ഡസ് ദി ക്യാൻസർ ബിക്കം മോർ കോംപ്ലിക്കേറ്റഡ്? എപ്പോഴാണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്? ദ ഡിസീസ് മേ ബിക്കം കോംപ്ലിക്കേറ്റഡ് വിത്ത് ദി സ്പ്രെഡ് ഓഫ് ക്യാൻസർ സെൽ ടു അതർ പാർട്ട് ഓഫ് ദി ബോഡി ത്രൂ ബ്ലഡ് ആൻഡ് ലിംഫ്. ലിംഫിൽ കൂടിയും ബ്ലഡിൽ കൂടിയും അതർ സെല്ലിലേക്ക് സ്പ്രെഡ് ആകുമ്പോൾ ക്യാൻസർ ബിക്കം മോർ കോംപ്ലിക്കേറ്റഡ്. പേജ് നമ്പർ 69 ഇലുസ്ട്രേഷൻ 4.7 നമുക്കൊരു ക്യാൻസർ സെല്ലിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. നോർമൽ സെല്ലിൻ്റെ പിക്ചറും ക്യാൻസർ സെല്ലിൻ്റെ പിക്ചറും കണ്ടാൽ നമുക്കിവിടെ വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കേരളവും ക്യാൻസറും തമ്മിലുള്ള ഒരു സ്റ്റഡി, ഒരു റിപ്പോർട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അടുത്ത പോയിന്റ് എഴുതിയിരിക്കുന്നത്, വാട്ട് ആർ ദി ട്രീറ്റ്മെൻറ്റ് ഗിവൺ ടു ദി ക്യാൻസർ പേഷ്യൻസ്? എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സ്? സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എക്സെട്ര ആർ എക്സ്ട്രീംലി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. പക്ഷേ as recovery from the disease is difficult if the disease becomes severe. Early diagnosis of the disease is crucial in the treatment of cancer. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏർലി ഡയഗ്നോസിസ്. ആദ്യം തന്നെ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ നോൺ പാതോജനിക് ഡിസീസിൽ ജനറ്റിക് ഡിസീസിനെ കുറിച്ച് നമ്മൾ ഇതോടെ പഠിക്കുകയാണ്. ഇനി നമ്മൾ വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ കുറിച്ച്. ഇവിടെ ഒരു കൊളാഷ്, പല പേപ്പർ കട്ടിങ്ങുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇന്ത്യ ദ വേൾഡ് ക്യാപിറ്റൽ ഓഫ് ഡയബറ്റിക്സ്, അതായത് ഡയബറ്റിക്സിനെ കുറിച്ച്, ഹൈപ്പർ ടെൻഷനെ കുറിച്ച്, ഒബേസിറ്റിയെ കുറിച്ച്, ലാക്ക് ഓഫ് എക്സർസൈസിനെ കുറിച്ച്, അതായത് ഡസ് നോട്ട് ദിസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പോയിന്റ് ദി ഇൽ എഫക്ട്സ് ഓഫ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമ്മളുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതാം, വാട്ട് യു മീൻ ബൈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? റൈറ്റ് റീസൺസ്. ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം, വാട്ട് യു മീൻ ബൈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇവിടെ പറയുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആർ കേസ്ഡ് ബൈ അൺഹെൽത്തി ലിവിങ് സ്റ്റൈൽ. അതായത് ആരോഗ്യകരമായ ശരിയായ ജീവിത രീതികൾ മൂലം അല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ദി ചേഞ്ച് ഇൻ ഫുഡ് ഹാബിറ്റ്സ്,
lack of physical exercises, mental stress, bad habits like consumption of alcohol, drug abuse, smoking, etc. lead to the various lifestyle diseases. ഇതെല്ലാമാണ് അതിൻ്റെ റീസൺസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ടെസ്റ്റിൽ കാണുന്നത് ചില ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ കുറിച്ചും അതിൻ്റെ കേസസിനെ കുറിച്ചും കാരണങ്ങളെക്കുറിച്ചുമാണ്. ഡയബറ്റിസ്, ഫാറ്റി ലിവർ, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചും അതിൻ്റെ കേസസിനെ കുറിച്ചുമാണ് ഇവിടെ ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: റൈറ്റ് സം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആൻഡ് ഇറ്റ്സ് കേസസ്. ഈ ടേബിൾ തന്നിരിക്കുന്നത് ഇതേപോലെ നമുക്ക് എഴുതി പഠിക്കാനായിട്ട് സാധിക്കും. ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിൽ വളരെ പ്രധാനമാണ് സ്മോക്കിംഗ്. സ്മോക്കിംഗ് ആൻഡ് ഹെൽത്ത് ഹസാർഡ്സ് നമുക്കിവിടെ കാണിക്കുന്നു. സ്മോക്കിംഗ് മൂലം നമ്മുടെ വിവിധ ഓർഗൻസ്, അതായത് ബ്രെയിൻ, ലങ്സ്, ഹാർട്ട് തുടങ്ങിയ ഓർഗനുകളെ എങ്ങനെയെല്ലാം എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്: റൈറ്റ് സം ഹെൽത്ത് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് സ്മോക്കിംഗ്. ഓരോ ഓർഗനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എഴുതാം. ബ്രെയിന് സ്മോക്കിങ്ങിൻ്റെ എഫക്റ്റ് ആയിട്ട് സ്ട്രോക്കിന് കാരണമാകുന്നു. അഡിക്ഷൻ ടു നിക്കോട്ടിൻ ലങ്സ് ക്യാൻസറിനും ബ്രോങ്കൈറ്റിസ്, എംബസീമ തുടങ്ങിയ ലങ്സ് ഡിസീസസിന് കാരണമാകുന്നു. ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷനും ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ്, ഡിക്രീസ് ഇൻ ഫങ്ഷൻ എഫിഷ്യൻസി, ഇങ്ങനെ വിവിധ ഓർഗനുകൾ വളരെ ഹാംഫുള്ളായിട്ട് സ്മോക്കിങ്ങിൻ്റെ ഫലമായി അഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഹ്യൂമൻ ബോഡിയെ ബാധിക്കുന്ന പല ഡിസീസുകളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചതെങ്കിൽ ഇനി ഇത് ആനിമൽസിൽ എങ്ങനെ ബാധിക്കുന്നു? നോട്ട് ഓൺലി ഹ്യൂമൻ ബീയിങ്സ് ബട്ട് ആനിമൽസ് ആർ ഓൾസോ അഫക്റ്റഡ് ബൈ ഡിസീസസ്. ഇവിടെ ചില ആനിമൽ ഡിസീസുകളെ കുറിച്ചുള്ള ഒരു ടേബിൾ തന്നിരിക്കുന്നു. ആന്ത്രാക്സും ഇൻഫ്ലമേഷൻ ഓഫ് അഡർ, ഇത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ആനിമൽ ഡിസീസാണ്. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസ് മൂലം ആനിമൽസിലുണ്ടാകുന്നു. ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു: റൈറ്റ് സം ആനിമൽ ഡിസീസസ്. പോയിൻ്റായിട്ട് ഇത് എഴുതാം. അതോടൊപ്പം തന്നെ നമ്മളോട് പറയുന്നു: ഇലാബറേറ്റ് ദി ടേബിൾ ബൈ ഇൻക്ലൂഡിങ് ഡീറ്റെയിൽസ് ഓഫ് അതർ ആനിമൽ ഡിസീസസ്. ഇതുമായി ബന്ധപ്പെട്ട് ടേബിൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിങ്ങനെ എഴുതാം: ഡിസീസസ് നമ്മൾ പഠിച്ചത് ചില കേസിറ്റീവ് ഓർഗാനിസംസ്, സിംറ്റംസ്. ആന്ത്രാക്സ് ബാക്ടീരിയൽ ഡിസീസാണ്, അതിൻ്റെ സിംറ്റംസ്. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് കേസിറ്റീവ് ഓർഗാനം വൈറസ് ആണ്, അതിൻ്റെ സിംറ്റംസ്. മാസ്റ്റിസ് കാറ്റിൽസ് ഡിസീസാണ്, അതിൻ്റെ കേസിറ്റീവ് ഓർഗാനിസം ബാക്ടീരിയ ആണ്, സിംറ്റംസ്. ചിക്കൻസിനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് പുള്ളോറം, ഒരു ബാക്ടീരിയ ഡിസീസാണ്, അതിൻ്റെ സിംറ്റംസ്. ഇങ്ങനെ നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കും. ആനിമൽസിനെ ബാധിക്കുന്നതോടൊപ്പം തന്നെ പ്ലാന്റ്സിനെ ബാധിക്കുന്ന, അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മൂലം പ്ലാന്റ്സിനെ ബാധിക്കുന്ന ചില ഡിസീസുകളെ കാണിക്കുന്ന ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇങ്ങനെ കുറിച്ച് എഴുതിയ റൈറ്റ് പ്ലാന്റ് ഡിസീസസ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഡിസീസ്: ബ്ലഡ് ഡിസീസ് ഇൻ പാടി, പാടിയിലുണ്ടാകുന്ന ഡിസീസാണ്. വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാൾ. വൈറസ് ഡിസീസ് മൊസൈക്ക് ഡിസീസസ് ഇൻ പീ ആൻഡ് ടപ്പിയോക്ക. ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, ബനാനയിൽ ഉണ്ടാക്കുന്നു. ഫംഗസ് ഡിസീസ് പെപ്പറിൽ ക്വിക്ക് വിൽറ്റിന് കാരണമാകുന്നു. ബഡ് റൂട്ട് ഓഫ് കോക്കനട്ടിന് കാരണമാകും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ പബ്ലിക്കേഷൻസ്
നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി പ്രോബ്ലം ഫേസ്ഡ് ബൈ ഫാർമേഴ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രിവെൻറ്റീവ് ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് പ്ലാന്റ് ഡിസീസസ്. ആനിമൽസിനെ മാത്രമല്ല പ്ലാന്റ്സിനെയും പലതരത്തിലുള്ള ഡിസീസസിന് കാരണമാകുന്നു എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ ഒരു പോയിന്റ് തന്നിരിക്കുന്നു. വാട്ട് ഈസ് ഹെൽത്ത്? എന്താണ് ഹെൽത്ത്? ദ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽ ബീയിങ് ഓഫ് എ പേഴ്സൺ ഈസ് കോൾഡ് ഹെൽത്ത്. ഒരാളുടെ ഹെൽത്ത് എന്താണ് എന്നാണ് പറയുന്നത്? ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി വെൽ ബീയിങ് ആയിരിക്കുമ്പോഴാണ് അവനൊരു ഹെൽത്തി പേഴ്സൺ ആണ് എന്ന് പറയുന്നത്. Healthy people are the real wealth of a society. The attitude towards patients is as important as keeping away from diseases by practicing healthy habitat. It is our duty to console those who are affected by non-curable and fatal diseases. രോഗമുള്ള മറ്റുള്ള ആളുകളോട് സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സഹാനുഭൂതിയോടുകൂടി അവരെ ട്രീറ്റ് ചെയ്യുക, പരിചരിക്കുക, അവരെ ഹെൽത്തി പേഴ്സൺസ് ആക്കി മാറ്റിയെടുക്കുക. അങ്ങനെ ഹെൽത്തിയായ ഒരു സൊസൈറ്റിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ 4th ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ചെയ്യും.